നമസ്കാരം. എൻ്റെ പേര് മനോജ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എൻ്റെ മോൻ ഇവിടെ XNYയിൽ ഇപ്പം 9th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൗണ്ടേഷൻ കോഴ്സിന്. എനിക്കിപ്പോൾ XNYനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു XNYനെ കുറിച്ച്. സാധാരണ മറ്റുള്ള എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നത്. അപ്പോൾ സാധാരണ അവന് NMMSന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ചിലവില്ലാത്ത കാര്യം അത് നോക്കിയിട്ട് കോഴ്സിന് വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ പല യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ, അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ XNYനെ കണ്ടത്. അപ്പോൾ XNYയിൽ അവൻ ഓൾറെഡി അവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെൻസറിയിലും അതൊക്കെ അവന് പറ്റുന്ന തരത്തിലായി മാറി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു 6th ഫൗണ്ടേഷൻ കോഴ്സിന് അവന് ചേർത്തണം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ കറക്റ്റ് ടൈമിൽ അവന് ചേർത്താൻ പറ്റിയില്ല. പിന്നെയും XNYയുടെ ഒരു ഓഫർ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനതിൽ അവനെ ചേർത്തിയപ്പോൾ തുടക്കത്തിൽ എനിക്ക് സാധാരണ ഈ മറ്റേ വീഡിയോ ക്ലാസ് കാണുന്ന ഒരു ഇഫക്റ്റാണ് തോന്നിയത്. പക്ഷേ ആക്ച്വലി എൻ്റെ മകൻ്റെ മെൻറ്റാലിറ്റി ആയിട്ട് അവനെന്താണ് വേണ്ടത്, അവന് എന്താണ് അവന് കിട്ടേണ്ടത് എന്താണ്, അവൻ്റെ സംശയങ്ങൾ എന്താണ്, അതെല്ലാം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഫാക്കൽറ്റീസ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് തിരക്കുള്ള ജോലിയിലാണ് പകൽ ടൈം മുഴുവനും. അപ്പോൾ മെൻറ്റേഴ്സ് ആണെങ്കിൽ ഡിസ്റ്റർബൻസ് ഇല്ല അവരെ കൊണ്ട്. അവർ മെസ്സേജ് ഇടും എന്തുണ്ടെങ്കിലും. ഞാൻ സൗകര്യം പോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അതിനപ്പം തന്നെ മറുപടി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇത്തിരി ലേറ്റ് ആയാലും വൈകുന്നേരത്തേക്ക് ഞാൻ അവനെ ഇൻഫോം ചെയ്യിക്കും. അത് കിട്ടേണ്ട താമസം അവനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഇവൻ്റെ മിസ്സ് അവനോട് നല്ല സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കാനുള്ള എന്തോ ഒരു കഴിവുള്ള പോലെ തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ NSMCയുടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. പാരൻസ് മീറ്റിങ്ങിൽ അവർ ഓരോ ടീച്ചേഴ്സിനും കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സല്ല, ഈ മെൻറ്റേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ മോന് കിട്ടിയ മെൻറ്റർ ഏറ്റവും നല്ലതാണെന്ന് വിചാരിച്ചിരുന്നത്. നോക്കിയപ്പോൾ അവർക്കും കിട്ടിയത് സൂപ്പർ മെൻറ്റേഴ്സിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾ കേട്ടതാണല്ലോ ഇവരുടെ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് പറയുന്നത്. ഓരോരുത്തർക്ക് അമ്മയെ പോലെയാണ്, അമ്മ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരനുസരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ എക്സാമിന് മാത്രമല്ല അവർ ചോദിക്കുന്നത്. ഇപ്പോൾ അവന് മറ്റേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ടീച്ചർ പറയുന്നുണ്ടാവുമല്ലോ, ഈ എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയും. ടീച്ചറോട് പറയും ഇത് കഴിഞ്ഞിട്ട് അവൻ കംപ്ലീറ്റ് ചെയ്തതോ. ടീച്ചർ ഓക്കെയാണ്. അതുമാത്രമല്ല, മറ്റേൻ്റെ റിസൾട്ട് അടക്കം ടീച്ചർ ചോദിക്കും. എന്നിട്ട് അതിലത്തെ ഈ പറഞ്ഞ പോലെ ടീച്ചറുടെ വക ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്, ടീച്ചറും സാറ്റിസ്ഫൈഡാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല. അവർ ഓക്കെ ആയിട്ട് താനെ തന്നെ മുന്നോട്ട് പൊക്കോളും.